9ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചലന സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻ ഓഫ് മോഷൻ. അതിൽ പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നതാണ് ഈ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രാഫ് തരും. കൂടുതലും വി ടി ഗ്രാഫ് അഥവാ പ്രവേഗ സമയഗ്രാഫ്, വെലോസിറ്റി സമയഗ്രാഫ്, ഇതായിരിക്കും കൂടുതൽ തരലുണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഉണ്ടാവുക സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവുക ആക്സലറേഷൻ അഥവാ ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പ്രവേഗ സമയഗ്രാഫ്, വി ടി ഗ്രാഫ് തരും, എന്നിട്ട് പറയും സ്ഥാനാന്തരം അഥവാ ത്വരണം, ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് എപ്പോഴും ഈ തന്ന ഗ്രാഫിൻ്റെ ഏരിയ അഥവാ വിസ്തീർണമായിരിക്കും. വിസ്തീർണം. ഓക്കെ, അതുപോലെ എ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ത്വരണം, ആക്സലറേഷൻ എപ്പോഴും ചരിവായിരിക്കും. ചരിവാണ് നോക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിച്ചാലോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യണം? ഏരിയ വിസ്തീർണം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ, അതായത് ഇതാണ് നമ്മുടെ ഗ്രാഫ്, ഇതിൻ്റെ താഴേക്ക് വരുന്ന ഏരിയ കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഏരിയ. അപ്പം ശരിക്കും നോക്കിയാൽ ഇത് ഏതാ ഷേപ്പ്? ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന ഗ്രാഫ്, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് ഏതാ? ട്രയാങ്കിൾ അല്ലേ, അല്ലെങ്കിൽ മട്ടത്രികോണല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. എന്തായിരുന്നു? ഹാഫ് ബി എച്ച്. ഓക്കെ, ഹാഫ് ബി എച്ച് ആണ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അതെവിടെ കൊടുത്താലോ? ഹാഫ് ബി എച്ച്. ഇനി ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, അഥവാ പാദം. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പാദം അതിവിടെ എത്ര വരും? 0 നിന്ന് 5 വരെ, അതായത് 5. എച്ച് പറയുന്നത് ഉയരമാണ്, ഇതാണ് ഉയരം. അത്ര വരും. ഈ ഉയരം എത്രയായിരിക്കും? ഇതാ ഇവിടെ നോക്കിക്കോ, 0 മുതൽ 10 വരെ, അതായത് 10. ഇത് ഗുണിച്ചാലോ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 5 25 മീറ്റർ. 25 മീറ്ററാണ് ഈ വസ്തുവിൻ്റെ സ്ഥാനാന്തരം നമുക്ക് കിട്ടുക ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട്. മീറ്റർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. ഇവിടെ 25ആണ് കിട്ടിയത്. അതായത് നമ്മൾ എച്ച് എന്താ എടുത്തത്? 5 ആയിരുന്നു. സോറി, എച്ച് അല്ല, ബി, ബേസ് എടുത്തത് 5 വരെ ആയിരുന്നു പാദം. ഇനി 4 സെക്കൻഡ് ടൈം അല്ല, 4 സെക്കൻഡ് വരെയാണ് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 4 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന സ്ഥാനാന്തരം കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് കൊടുക്കുക? ബിക്ക് 4 കൊടുക്കുക. ഇനി 3 ചോദിച്ചെങ്കിലും 3 കൊടുക്കുക, 2 2 കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ബേസിൽ ഈ വാല്യൂസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കണക്കായിട്ടുള്ള സ്ഥാനാന്തരം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, 4 സെക്കൻഡ് കൊണ്ട് വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. ഇതേപോലെ തന്നെ 1/2 ഇൻറ്റു ബി, ബേസ് എവിടുന്ന് ഇവിടം വരെ കൊടുക്കണം? 0 മുതൽ 4 വരെ. പിന്നെ ഉയരം, അവിടെ ഉയരം നോക്കണം. എന്താ? 4ലേക്ക് വരുന്ന ഉയരം എത്രയാണ് വരുന്നത്? 0 നിന്ന് 8 വരെ, 8 വരുന്നത്. 1/2 ഇൻറ്റു 4, 2 കിട്ടും. 2 ഇൻറ്റു 8 16 മീറ്ററാണ് ഇവിടെ ആൻസറായിട്ട് വരിക. അപ്പം 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് വെച്ചാൽ 16 മീറ്റർ മാത്രമേ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അതായത് ഈ ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ, വിസ്തീർണം കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ചെരിവ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇത് എത്രത്തോളം ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതായത് എ ഈക്വൽ ടു, നമ്മൾ ഇവിടെ ഒരു കോണളവ് മാർക്ക് ചെയ്യും. നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന ഒരു കോണളവ്, അല്ല കോണളവ് മാർക്ക് ചെയ്യും. ദെൻ ഈ കോണളവിൻ്റെ നേരെ എതിരെ കിടക്കുന്ന, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, അപ്പോൾ അതിൻ്റെ നേരെ എതിര് കാണുന്ന ഈ വശം, ആ വശത്തിൻ്റെ നീളം എന്തായിരിക്കും? ആ നീളം എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇവിടെ 0 ആണെങ്കിൽ ഈ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് ഇതല്ലേ, 6. 0 മുതൽ 6 വരെ. ശേഷം നോക്കേണ്ടത് ഇതേ കോണളവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന, ഈ കോണളവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു നീളം അത്ര വരും. 0 നിന്ന് 3 വരെ 3. 2 ഹരിച്ചാൽ 2 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി ഇതെടുക്കണ്ട, നമുക്ക് ആ വലുതെടുക്കാം. അഗെയിൻ ഈ കോണളവിൻ്റെ നേരെ എതിരെ വരുന്ന വശം, ഇതല്ലേ വശം.
അതിൻ്റെ നീളം എന്താ അല്ലെങ്കിൽ ഉയരം എന്താ? 0 നിന്ന് 10 വരെ ഹരിക്കണം ഈ കോണ്ടൂറിനെ തൊട്ട് അടുത്ത് കിടക്കുന്ന വശം. അതുവരെ തന്നെ നോക്കണേ. അതായത് ഈ നീളം നമ്മൾ എടുത്ത വരെ തന്നെ ഇതൊന്ന് നോക്കണം. തൊട്ടടുത്ത് കിടക്കുന്ന വശം അത് എവിടെ നിന്ന് മുതൽ എവിടെ വരെ? 0 മുതൽ 5 വരെ. പിന്നെ നമുക്ക് എന്ത് കിട്ടി? 2 m/s². ഒരു നിശ്ചിത ത്വരണത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്സിലറേഷനിൽ സഞ്ചരിക്കുന്ന വസ്തു ആയതുകൊണ്ടാണ് നമുക്ക് ഒരേപോലത്തെ ത്വരണം കിട്ടുന്നത്. അപ്പോൾ ത്വരണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു കോണളവ് മാർക്കുകയോ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എതിർവശം എന്ന് പറയാം ഹരിക്കണം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സമീപത്ത് വരുന്ന അഡ്ജസൻ്റ് എന്ന് പറയും. അഡ്ജസൻ്റ് സൈഡ് സമീപവശം, എതിർവശം ബൈ സമീപവശം, ഇത് രണ്ടും ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്വരണം, ആക്സലറേഷൻ ഗ്രാഫ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, സമയത്തിൻ്റെ അക്ഷത്തിൽ ആക്സിസിൽ 0, 3, 7 പിന്നെ നമുക്കൊരു 10 കൊടുക്കാം. ഇത്രയും തന്നിട്ടുണ്ട്. വെലോസിറ്റി പ്രവേഗത്തിൻ്റെ 0, 10 ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് 0 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള ആക്സലറേഷൻ ത്വരണം കണ്ടുപിടിക്കാൻ പറയും. അതായത് 0 മുതൽ 3 വരെ ഈ ഒരു ലൈൻ അതിൻ്റെ ത്വരണം ആക്സലറേഷനാണ്, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. അപ്പോൾ ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞ ആ ട്രിക്ക് ഉപയോഗിക്കുക. ഇവിടെ ഒരു കോണളവ് മാർക്ക് ചെയ്യുക. ആ കോണളവിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, അതായത് ഈ ഒരു ഉയരം അത് ആയിരിക്കും കണക്കായിട്ട് വരുന്നത് 0 മുതൽ 10 വരെ. 10 ഹരിക്കണം ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു വശം, അതായത് 0 മുതൽ 3 വരെ 3. അപ്പോൾ എത്ര കിട്ടും? ഒരു 3.33 m/s². ഇതാണ് 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ത്വരണം. ഇനി ചോദിക്കുന്നത് 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള സ്ഥാനാന്തരം. 3 സെക്കൻഡ് വരെയുള്ള സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ല, എന്ത് കണ്ടുപിടിക്കണം? ഏരിയ, വിസ്തീർണം. ഇതിൻ്റെ അകത്ത് വരുന്ന ഏരിയ കണ്ടുപിടിക്കണം. ഷേപ്പ് എന്താ? ഈ ഒരു ഷേപ്പ് ഏതാ? വട്ടത്രികോണല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അതുകൊണ്ട് തന്നെ ½ BH വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ. എന്ന് നോക്കാം നമുക്ക്. 1/2 × B ബേസ്, പാദം 0 നിന്ന് 3 വരെ. ഈ മട്ടത്രികോണത്തിൻ്റെ പാദം എന്ന് പറയുന്നത് 0 നിന്ന് 3 വരെ. അടുത്തത് H, ഉയരം. നോക്കിക്കോ, നേരത്തെ ഉയരം എടുത്തില്ലേ, ഇതാണ് ഉയരം. 0 നിന്ന് 10 വരെ. 2 10 കട്ടാക്കിയ 5, അപ്പം 3 × 5 15 മീറ്ററാണ്. യൂണിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് മീറ്ററാണ്. നമ്മുടെ ത്വരണം കൊടുക്കുന്നത് m/s². അടുത്ത നമുക്ക് 3 മുതൽ 7 സെക്കൻഡ് വരെയുള്ളത് കണ്ടുപിടിക്കാം. 3 മുതൽ 7 സെക്കൻഡ് വരെ. ആദ്യം ത്വരണം A. ഈ ഒരു ബോക്സാണ് നോക്കേണ്ടത്. അപ്പോൾ ത്വരണം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് ഗ്രാഫ്. അപ്പോൾ നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു? ത്വരണം എന്ന് പറഞ്ഞത്, ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചരിവായിരിക്കും, അഥവാ ഇംഗ്ലീഷിൽ സ്ലോപ്പ്. ചരിവ് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് ചരിവ്, ചെരിഞ്ഞൊരു സാധനം. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, ഇങ്ങനെ വരക്കുന്നത് തിരശ്ചീനായിട്ട് ഹൊറിസോണ്ടൽ വരക്കുന്ന ഈ ഒരു വരക്ക് ചെരിവ് ഉണ്ടാവും. ചെരിവ് എപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ എടുക്കും. ഇത് ചെരിവാണ്, ഇതൊക്കെ ചെരിവാണ്. ഒരു ലൈൻ വരച്ചാൽ ചെരിവാണ്. പക്ഷെ ഇതിനെന്തില്ല? ചെരിവില്ല. അപ്പം ചെരിവില്ലാത്തത് കാരണം, അല്ലെങ്കിൽ തിരശ്ചീനായിട്ട് ഹൊറിസോണ്ടൽ ലൈനിൽ തന്നെ നിൽക്കുന്നത് കാരണം ചെരിവില്ലാതുകൊണ്ട് ആക്സലറേഷൻ 0 ആയിരിക്കും, 0 ആയിരിക്കും. അപ്പം ഈ ഒരു വരക്ക് 3 മുതൽ 7 വരെ എന്തില്ല? ത്വരണമില്ല, 0. ഇനി സ്ഥാനാന്തരം 3 മുതൽ 7 വരെ സ്ഥാനാന്തരം എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് വരുന്ന ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ, വിസ്തീർണം കണ്ടുപിടിച്ചാൽ പോരെ. ഇത് ഏതാ ഷേപ്പ്? ഏതാ ഷേപ്പ് വരുന്നത്? ഒരു ചതുരല്ലേ, റെക്റ്റാങ്കിൾ അല്ലേ. അപ്പം അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം കിട്ടും. ഇതിൻ്റെ ഏരിയ എന്താ വരിക? L × B അല്ലേ, ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് എന്താ വരിക? 3 മുതൽ 7 വരെ 4 വരും അല്ലേ. 3 മുതൽ 7 വരെ 4 അല്ലേ വരേണ്ടത്, 4 സെക്കൻഡ്. അതുപോലെ ബ്രെഡ്ത്ത് പറഞ്ഞാൽ വീതി പറഞ്ഞാൽ ഈ ഒരു ഇതാണ് വീതി. അതെത്രയാണ് വരുന്നത്? 0 മുതൽ 10 വരെ. അപ്പം നീളം വരുന്നത് 4 ആണ്.
വീതി വരുന്നത് 10 അപ്പം 4 × 10 40 മീറ്റർ. അപ്പോൾ ഇവിടെ ത്വരണമില്ല, സ്ഥാനാന്തരമുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഇത്ര പോലെ 3 മുതൽ 7 വരെ സെക്കൻഡ് വരെ വരുന്ന ത്വരണവും സ്ഥാനാന്തരവും. ഇനി അവസാനത്തെ 7 മുതൽ 10 വരെ ത്വരണം. വീണ്ടും നേരത്തെ ചെയ്ത് അതേ ട്രിക്ക് ഉപയോഗിക്കുക. ഇവിടെ ഒരു കോണളവ് മാർക്ക് ചെയ്യാം. ഈ കോണളവ് എപ്പോഴും ഇതുമായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. അതായത് ഈ ഒരു തിരശ്ചീന ലൈൻ നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യരുത്. ഇനി നോക്കിക്കോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എതിരെയുള്ള വശം, അതായത് ഇതാണ് ആ വശം. 0 മുതൽ 10 തൊട്ടടുത്ത് കിടക്കുന്ന വശം, അതായത് ഈ ഒരു നീളം 7 നിന്ന് 10 വരെ 3.33 മീറ്റർ/സെക്കൻഡ്². പക്ഷെ കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ. ഇവിടെ നമുക്ക് ഈ ഒന്നാമത്തേൽ കാണാൻ നമുക്ക് വെലോസിറ്റി പ്രവേഗം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്വരണവും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിയേ, പ്രവേഗം വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, താഴേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുക്കണം? ഒരു മൈനസ് സിമ്പിൾ കൊടുക്കണം. അപ്പോൾ -3.3 മീറ്റർ/സെക്കൻഡ്² ആണ് ഇവിടുത്തെ ത്വരണം. അത് താഴേക്ക് വരുന്നതുകൊണ്ട്, ഇവിടെ മുകളിലേക്ക് വരുന്നതുകൊണ്ടാണ് പ്ലസ് കിട്ടിയത്, ഇവിടെ താഴേക്ക് വരുന്നതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത്. ഇനി സ്ഥാനാന്തരം, പിന്നെയും ത്രികോണമല്ലേ, ½ BH അര ഇൻറ്റു ബേസ് പാദം എന്താ വില 7 നിന്ന് 10ലേക്ക് 3 H ഉയരം എന്താ വീണ്ടും ഈ ഉയരം തന്നെ, അതായത് 0 to 10 എന്ത് കിട്ടും? 2 10 5 15 മീറ്ററാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ദൂരം കിട്ടില്ല. 7 മുതൽ 10 സെക്കൻഡ് വരെ സ്ഥാനാന്തരം അഥവാ ദൂരം, ഡിസ്റ്റൻസ് കിട്ടുക.